ഒരു സാധാരണ പ്രവർത്തനത്തെ ഒരു ഇബാദത്താക്കി മാറ്റാൻ പറ്റുന്ന കാര്യമാണ് നിയ്യത്ത്. അതുപോലെ തന്നെ രണ്ട് ഇബാദത്തുകൾക്കിടയിൽ വേർതിരിവ് കൽപ്പിക്കുന്ന സാധനവുമാണ് നിയ്യത്ത്. ഇപ്പോൾ ഒന്നാമത് പറഞ്ഞതിനുള്ള ഉദാഹരണം, നമ്മളിപ്പോൾ ഒരു യാത്രയിലാണെന്ന് വിചാരിക്കാം. യാത്ര ചെയ്ത് ഒരു ക്ഷീണം ഉണ്ടായ സമയത്ത് തൊട്ടടുത്ത് കണ്ടൊരു പള്ളിയിൽ കയറി ഒന്ന് ഒന്നുമൊക്കെ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച് അവിടെ ഒന്ന് വിശ്രമിക്കാനിരിക്കുകയാണ്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വിശ്രമത്തിനുള്ള ഇരുത്തം മാത്രമാണ്. അതൊരു പ്രവർത്തനം, സാധാരണ ഒരു ദുനിയാവിൻ്റെ പ്രവർത്തനമാണ്. ആ ഇരിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇഅ്തികാഫിരിക്കുന്നു എന്നൊരു കരുതൽ ആ ഇരുത്തത്തിൻ്റെ കൂടെ മനസ്സിൽ കൊണ്ടുവന്നാൽ അത് വെറും ഇരുത്തമല്ല, അതെന്തായി ഒരു ഇബാദത്തായി മാറി. അതാണ് സാധാരണ പ്രവർത്തനങ്ങളെ ഇബാദത്താക്കുവാനുള്ളത്. മനസ്സിലാണ്ടല്ലോ. ഇപ്പോൾ ഒരാൾ സാധാരണ തുപ്പുവാൻ വേണ്ടി വന്ന സമയത്ത് അദ്ദേഹം എന്താക്കി, ഇടതുഭാഗത്തേക്ക് തുപ്പി. ആ തുപ്പുന്ന സമയത്ത് അദ്ദേഹം ഉദ്ദേശിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇടതുഭാഗത്തേക്ക് തുപ്പിയത് എന്ന് നിയ്യത്ത് വെക്കുന്നതോട് കൂടി എന്തായി, അത് ആ തുപ്പുക എന്നുള്ളത് ഇബാദത്തായി മാറി. മനസ്സിലായില്ലേ? ഇനി രണ്ട് ഇബാദത്തുകൾ തമ്മിലുള്ള വേർതിരിവ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരാൾ സുബഹിൻ്റെ മുമ്പ് പള്ളിയിലെത്തി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അതുപോലെ തന്നെ ഒരാൾ സുബഹി നിസ്കരിക്കുന്നു. ഈ സുന്നത്ത് നിസ്കാരവും ഈ ഫർദ് നിസ്കാരവും രൂപം കൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, രണ്ടും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. പിന്നെ എന്താണ് ഇത് സുബഹാണ് ഇത് സുന്നത്താണ് എന്ന വേർതിരിവ് എവിടെ വന്നത്? അത് നിയ്യത്തിലാണ്.